ഹലോ ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു നൊസ്റ്റാൾജിക് സ്റ്റോറി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു കുട കണ്ടില്ലേ നിങ്ങൾ? ഈ കുടയുടെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. കഥയല്ല, എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ് ഞാൻ. ഈ കുട എനിക്ക് കിട്ടിയത് ഒരു 10 വർഷമായിട്ട് എനിക്ക് കിട്ടിയിട്ട്. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ, റേഡിയോ മാംഗോ, നാട്ടിലെങ്ങും പാട്ടായി, റേഡിയോ മാംഗോ എന്ന FM ചാനലിൽ നിന്നും കിട്ടിയതാണ്. ആ ചാനലിൽ ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ അനുഭവം നമ്മൾ ഷെയർ ചെയ്തു. 300 പേര് ആ പരിപാടിയിൽ പങ്കെടുത്തു. അതിൽ നിന്നും വിന്നറായത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഞാനായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ കൊട അവർ തരുന്നത് കേട്ടോ. അപ്പോൾ ആ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിലുണ്ടായ മറക്കാൻ പറ്റാത്ത, എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെയാണ് നമ്മൾ പഠിക്കുന്ന കോളേജ്. നാലാപ്പാട്ടൻ മെമ്മോറിയൽ കോളേജ് എന്ന് പറയും. നമ്മളെ കമല, സുരയ്യ, മാധവിക്കുട്ടിയില്ലേ, ബാലാമണിയമ്മ, അവരുടെ അമ്മ അവൻ്റെ കോളേജാണ്. അപ്പോൾ ആ നാലാപ്പാടൻ്റെ ആ ഒരു സ്മാരകം, നാലാപ്പാടൻ കോളേജ് എന്ന് പറയുന്നത് നാലാപ്പാടൻ ബാലാമണിയമ്മയുടെ ഒരു സ്മാരകമായിട്ടാണ് ആ കോളേജ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ കോളേജ് ഇല്ല, കുറേ നാളായിട്ട് അതില്ല കേട്ടോ. അപ്പോൾ ആ കോളേജിലാണ് നമ്മൾ PDക്ക് പഠിച്ചത്. അപ്പോൾ നമ്മൾ കോളേജിൽ പോയിരുന്നത് നടന്നുകൊണ്ടാണ്. 5 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് ഇയർ, ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്ത് നമ്മളെ കാണാനായിട്ട് ആ പോകുന്ന വഴി അരികിൽ നമ്മുടെ ബാലാമണിയമ്മ, നാലാപ്പാട്ട് ബാലാമണിയമ്മ, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വീടാണ് കേട്ടോ അത്. അവിടെ നമ്മളെ കാത്തു നിൽക്കുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നോട് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ ഇയാൾക്ക് കൊടുത്തില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കോളേജിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം, ഞാൻ കുടയില്ലാതാണ്, മഴക്കാലമാണ്. ആ മഴക്കാലത്ത് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് എത്താറായ സമയത്ത് പെട്ടെന്നൊരു മഴ വരുവാണ്. ആ മഴ വന്നതും എക്സാം ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആ മഴ കൊണ്ട് കോളേജിലേക്ക് പോകണം. അല്ലാതെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വളരെ ധൃതി പിടിച്ച് ആ മഴയത്ത് ഇങ്ങനെ വളരെ ധൃതി പിടിച്ച് ഇങ്ങനെ ഓടുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. ആ പോകുന്ന സമയത്ത് എന്നെ കാണാൻ കാത്തിരിക്കുന്ന ആ സുന്ദരനായ ചെറുപ്പക്കാരൻ ഒരു കുടയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. ഓടി വന്ന് ഇതേപോലെയുള്ള ഒരു കാലൻ കുടയായിരുന്നു. ആ കുടയും കൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എന്നോട് പറഞ്ഞു, കുട്ടി നനഞ്ഞിട്ട് പോവില്ലേ, ഈ കുടയും കൊണ്ട് പോയിക്കോളൂ, നിങ്ങൾക്ക് ക്ലാസ്സിലെത്തുമ്പോഴേക്കും നിങ്ങളാകെ നനഞ്ഞ് നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാവും. അപ്പോൾ എന്നെ ഇഷ്ടമല്ലെങ്കിലും എൻ്റെ ഈ കുട നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് ആ കുട തരുവാണ്. അപ്പോൾ അങ്ങനെ ആ കുടയും വാങ്ങിച്ച് ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കോളേജിലേക്ക് പോകുന്നു. ആ സമയത്ത് ആ കുട തന്ന ആ ചെറുപ്പക്കാരനോട് എനിക്ക് ആ സമയത്ത് തോന്നിയ ആ ഒരു സ്നേഹം, സഹതാപം, എന്നെ സഹായിച്ചല്ലോ, എന്നെ കോളേജിലേക്ക് പോകാനായിട്ട്, മഴ കൊള്ളാതെ പോകാനായിട്ട് എന്നെ സഹായിച്ചല്ലോ, ആ ഒരു സഹതാപം പിന്നീട് എനിക്ക് ചെറിയൊരു ഇഷ്ടമായി മാറുവാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെ ആ ഇഷ്ടം നല്ല രീതിയിൽ തുടങ്ങി 2-3 വർഷത്തോളം നല്ല പ്രണയം. ഇന്നത്തെ പോലെ തേപ്പ് പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല പ്രണയം, യഥാർത്ഥ പ്രണയം, എന്താ പറയുക, സത്യസന്ധമായ ആ പ്രണയം 3 വർഷത്തോളം പ്രണയിച്ച് 4ാമത്തെ വർഷം അതൊരു വിവാഹത്തിൽ അവസാനിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ ഒരു സ്നേഹം ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും എൻ്റെ കൂടെ ആ ആളുണ്ട് കേട്ടോ. ആ ആളെൻ്റെ ഹസ്ബൻഡായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മക്കളുടെ അച്ഛനായിട്ട്, എൻ്റെ 3 മക്കളുടെ അച്ഛനായിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയാണ് ഞാൻ എന്താ പറയുക, റേഡിയോ മാംഗോ എന്ന FMൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തു. എനിക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നും എന്നെ വിന്നറായി സെലക്ട് ചെയ്ത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഒരു കുടയാണ് ഇരിക്കുന്നത്. ഈ കുടയ്ക്ക് പിന്നിൽ എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ കുട എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റൂല. എൻ്റെ ടേണിംഗ് പോയിൻറ്റിന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കുടയാണിത്. അപ്പോൾ ആ കുട നമ്മളെ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. 10 വർഷത്തോളമായി എൻ്റെ കയ്യിൽ കുട കിട്ടിയിട്ട്. ഇപ്പോഴും പുതിയതായിട്ട് തന്നെ ഇരിക്കുന്ന കണ്ടില്ലേ? കാരണം ഞാനിത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. വല്ലപ്പോഴും ഒന്ന് നിവർത്തി വെക്കും, മഴ നനയും, അത് അതേപോലെ തുടച്ച് വൃത്തിയായി കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കും. അപ്പോൾ എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് പ്രസൻറ്റ് ചെയ്തതിന് എനിക്ക് FM റേഡിയോ മാംഗോ തന്ന ഈ ഒരു കുട
റേഡിയോ മാംഗോ എന്ന ചാനലിനോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് അറിയിക്കണം കേട്ടോ. ഇന്നത്തെ പോലെയുള്ള പ്രണയമല്ല കേട്ടോ, അതൊരു യഥാർത്ഥ സത്യസന്ധമായ പ്രണയമാണ്. അതുകൊണ്ടാണ് ഇന്ന് വരെ എൻ്റെ ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ തേപ്പ് കാലത്ത് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രസൻറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.